ഹായ് ഹലോ, ഞാൻ ഇന്ന് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് പുറത്ത് പോയതാണ്. ഈ കാണുന്ന രണ്ടെണ്ണം കേട്ടോ എൻ്റെ ഫ്രണ്ട്സ്. ഈ രണ്ടുപേര് മാത്രമല്ല കേട്ടോ, എനിക്ക് വേറൊരാളൂടെ ഉണ്ട്, സാന്ദ്ര. പക്ഷെ ആൾക്ക് ഇന്ന് എക്സാം ആയതുകൊണ്ട് കേട്ടോ ഞങ്ങളിവിടെ വരാഞ്ഞത്. അല്ലാതെ അവളും കണ്ടേനെ. ഞങ്ങൾ നേരെ ആദ്യം പോയതൊരു സലൂണിലേക്കാണ്. കാരണം ദേ മാളൂന് മുടി വെട്ടണമായിരുന്നു. ദേ ഇരിക്കുന്ന കേട്ടോ മാളു. മാളു എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ 11th തൊട്ട് ഒരുമിച്ച് പഠിക്കുന്ന കേട്ടോ. ദേ ഇതാണ് രശ്മി. ഇവളാണെങ്കിൽ എൻ്റെ കൂടെ കുഞ്ഞിലേ തൊട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഷൂട്ടൊക്കെ ആയിട്ട് ഞാൻ കുറേ ആയി ഇവരെയൊക്കെ കണ്ടിട്ട്. അതുകൊണ്ടാട്ടോ ഇന്ന് നമ്മളെല്ലാം ഒരുമിച്ച് പുറത്ത് പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ മാളുവിൻ്റെ മുടിയൊക്കെ വെട്ടാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. മാളു ആണെങ്കിൽ അവിടുത്തെ ഹിന്ദിക്കാരൻ ചേട്ടനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാനും രശ്മിയും വീഡിയോ ഒക്കെ എടുത്തിരിക്കുക. അപ്പോഴേക്കും രശ്മിക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു. കാരണം രശ്മി രഷ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് നടത്തുന്നുണ്ട്. അതിൽ ഹാമ്പേഴ്സും ഫ്രെയിംസും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അവൾക്ക് അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി അവൾ പോയി. ഞാൻ മഴയായതുകൊണ്ട് പോയില്ല കേട്ടോ. ദേ മാളുവിൻ്റെ മുടിയൊക്കെ വെട്ടി സെറ്റായിട്ടോ. എങ്ങനെയുണ്ട്, കൊള്ളാമല്ലേ? അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ മഴയൊന്നും കുറഞ്ഞിട്ടില്ല കേട്ടോ. നല്ല മഴയായിട്ട് ഞങ്ങൾ ദേ അവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കുകയായിരുന്നു. മഴയൊന്ന് കുറഞ്ഞിട്ട് പോകാമെന്ന് വെച്ചാൽ നടക്കുമെന്ന് തോന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ കുടയൊക്കെ എടുത്ത് ദേ പതിയെ നടക്കാൻ തുടങ്ങി. അങ്ങനെ രശ്മിനെ കിട്ടി കേട്ടോ. രശ്മി സാധനങ്ങളൊക്കെ മേടിച്ച് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ മെയിൻ പരിപാടിയിലോട്ട് പോകാൻ വേണ്ടി നമ്മൾ ബസ് കയറി കേട്ടോ. പാവം അവൾമാർ രണ്ടുപേരും നിൽക്കുമായിരുന്നു ബസ്സിൽ. സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് കണ്ടക്ടർ ചേട്ടൻ ഞങ്ങളെ പറ്റിച്ച് കയറ്റിയതാട്ടോ. ഞാൻ മാത്രമേ ഇരുന്നുള്ളൂ. എന്നിട്ട് ദേ ഈ കാണുന്ന കേട്ടോ നമ്മുടെ കോളേജ്, സെൻറ് ഡൊമിനിക് കോളേജ് കാഞ്ഞിരപ്പള്ളി. ഞാനും രശ്മിയും മാളും സന്ദ്രയൊക്കെ 3 വർഷം പഠിച്ച കോളേജാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മുടെ സ്ഥലത്തെത്തി കേട്ടോ. ആ ഇഷ്യൂസ് പാരിസറി കാഞ്ഞിരപ്പള്ളിയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് കഫേ കേട്ടോ ഇത്. നമ്മൾ മൂന്നും കൂടെ പുറത്ത് പോകാനുള്ള മെയിൻ ഉദ്ദേശം തന്നെ ഇത് തന്നെ കേട്ടോ. പുറത്ത് പോയി ഫുഡ് കഴിക്കണം എന്ന്. അങ്ങനെ മെനു കാർഡൊക്കെ വന്ന് നമ്മൾ അതിൽ നിന്ന് എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ടേ. അത് കഴിഞ്ഞ് ഫുഡ് വരുന്നത് വരെ മെനു കാർഡിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൾമാർ. അതുപോലെ തന്നെ പറയാനുള്ളതാണ് കേട്ടോ, ഐഷൂസിൻ്റെ ആംബിയൻസ് അടിപൊളിയാണ്. ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ അവർ നോക്കിയതല്ലേ മെനു കാർഡ്. അപ്പോൾ പിന്നെ ഞാനോട് ഒന്ന് നോക്കിയേക്കാന്ന് ഓർത്ത് ഞാനും നോക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്ക് നമ്മുടെ ഫുഡൊക്കെ വന്നു കേട്ടോ. നമ്മളെല്ലാവരും മെനു കാർഡിൽ കണ്ട ഡിഫറെൻറ്റ് ഫ്ലേവർ സാധനങ്ങളാട്ടോ മേടിച്ചത്. അങ്ങനെ നമ്മളെല്ലാവരോടും ഷെയർ ചെയ്താട്ടോ കഴിച്ചത്. നമ്മളെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുമ്പം നമുക്ക് എന്തെങ്കിലും ഡെസേർട്ട് അതുപോലെ തന്നെ ജ്യൂസ് എന്തെങ്കിലും മേടിക്കാമെന്ന് ഓർത്ത് നമ്മൾ ഫ്രൂട്ട് സലാഡും അതുപോലെ തന്നെ 2 ലൈമും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് നമ്മളത് നേരെ വീഡിയോസും ഫോട്ടോസും എടുക്കാൻ പോയേ. നമ്മുടെ മെയിൻ പരിപാടി അതാണല്ലോ. അതെല്ലാം കഴിഞ്ഞതേ നമ്മൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. അപ്പോൾ ചെറിയ മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബസ്സിൽ കയറി തിരിച്ച് വീട്ടിലോട്ട് പോവാണേ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് രശ്മിയുടെ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ മുണ്ടക്കത്ത് വെച്ചുകൊണ്ട് അവിടെ ഒന്ന് ഇറങ്ങി അതെല്ലാം എടുത്തിട്ടാണ് കേട്ടോ പോയത്. അത് കഴിഞ്ഞ് രശ്മി ഇതേ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് മാളവും പോയി. പിന്നെ എന്തേ വണ്ടിയിൽ ഞാൻ ഒറ്റയ്ക്കായി കേട്ടോ. അങ്ങനെ ഞാനും തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് പോവാണേ. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ ബൈ.